ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, ഇന്നൊരു വ്ളോഗാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ദുബായ് എക്സ്പോ 2020. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കിയാലോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. മുഴുവനൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ദുബായ് എക്സ്പോയിൽ 200 പവലിയനോളം ഉണ്ട് കേട്ടോ. മുഴുവനൊന്നും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഒരു 33 പവലിയനോളം ഞങ്ങൾ കയറി. അതിൽ ചിലതൊക്കെ ചെറിയ ചെറിയ പവലിയനുകളായിരുന്നു. അതിലൊന്നും വല്ലാതെ കാണാനൊന്നുമില്ല, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ചിലതിലൊക്കെ ഒരു കുറേ എണ്ണം കാണാനൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് അധികമൊന്നും കയറാൻ പറ്റിയില്ല, കാരണം കുറേ ക്യൂസൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ടൈം അത്ര ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ 3-4 എണ്ണത്തിലൊക്കെ നല്ല അത്യാവശ്യം കാണാനുണ്ടായിരുന്നു ഞങ്ങൾ കയറിയത്. അത് നിങ്ങളെ കൂടി കാണിക്കാം. അപ്പോൾ ഈ എക്സ്പോക്ക് എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞത് പല രീതിയിലുള്ള ടിക്കറ്റ് ഉണ്ട്. വൺ ഡേ പാസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ട്, നമ്മൾ അല്ലാതെ സീസൺ ടിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വൺ ഡേ പാസ് ആയിരുന്നു എടുത്തത്. അത് ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ 95 ദിറംസ് ആണെങ്കിൽ, ഓൺലൈനാണെങ്കിൽ 45 ദിറംസ്. ഞങ്ങൾ വൺ ഡേ ടിക്കറ്റ് ആയിരുന്നു എടുത്തത്. പിന്നെ 18 വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാസ്പോർട്ട് കിട്ടും അവിടുന്ന്. അത് നമ്മൾ 20 ദിറംസ് കൊടുത്ത് വാങ്ങിക്കണം. ഇവിടെ ഒഫീഷ്യൽ സ്റ്റോറിൽ തന്നെ കിട്ടും. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറുന്ന ഓരോ പവലിയനും അതാത് കൺട്രീസിൻ്റെ സീല് വെച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറാൻ പോകുന്നത് ന്യൂസിലാൻഡിൻ്റെ പവലിയനിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒരു റെയിനിങ് എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു, നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ ഈ ന്യൂസിലാൻഡിലെ പവലിയനിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് നമ്മൾ പാസ്പോർട്ടിൽ ഈ ന്യൂസിലാൻഡിൻ്റെ സീലാണ് വെക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി അടുത്തതായിട്ട് സ്പെയിനിൻ്റെ പവലിയനാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഈ സ്പെയിനിൻ്റെ പവലിയനിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ എൻട്രൻസിൽ തന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ കണ്ടുപോകാനും നല്ല രസമാണ്. സംഭവം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ സ്പെയിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് ഒന്ന് ഇറ്റലി പവലിയൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കിയാലോ. ഇറ്റലി പവലിയനിൽ അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ, എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്തു.
അപ്പോൾ ഇറ്റാലിയൻ പവലിൻ്റെ അകത്തുള്ളത് മെയിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ഇറ്റാലിയൻ ഡ്രസ്സസ്, കോസ്റ്റ്യൂംസ്, ഓർണമെൻറ്റ്സ്, പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന ധാന്യങ്ങൾ, ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് കാണാനുണ്ടായിരുന്നത്. കൂടാതെ ഇതിനകത്ത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാവുന്നതുമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കയറാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ പവലിലോട്ടാണ് കേട്ടോ. അതിലും അത്യാവശ്യം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഇന്ത്യൻ പവലിയനകത്ത് നമ്മളെ സോളാർ സിസ്റ്റം, പിന്നെ നൂതന സാങ്കേതിക ശാസ്ത്ര വിദ്യകളെ പറ്റിയിട്ട്, പഴയ ഇതും പുതിയതുമായിട്ടുള്ള സിനിമാ ലോകത്തെ പറ്റിയിട്ടൊക്കെ, നമ്മളെ ഇന്ത്യൻ കൾച്ചർ, സംസ്കാരം, അതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് ഓരോന്ന് ഉണ്ടാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ വിശദീകരണങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഠിക്കാനും നമുക്ക് വായിച്ച് പഠിക്കാനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അതുകൊണ്ട് കാണാനും നല്ല രസമായിരുന്നു. പിന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ പറ്റിയിട്ട് ബേർഡ്സ്, നമ്മൾ അതൊക്കെയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. അതിനൊക്കെ പറ്റിയിട്ട് നന്നായിട്ട് കാണാനുണ്ട്. ഇതുകൂടാതെ നമ്മളെ ഓരോ മോണ്യുമെൻറ്റ്സിനെ പറ്റിയിട്ട്, പഴയ കാല ക്ഷേത്രങ്ങൾ, പഴയ മോഡലുള്ള അങ്ങനെയുള്ള ഇതുകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. എന്തായാലും ഒരുവിധം അത്യാവശ്യം വലിയ പവലിയൻ തന്നെയാണ് കേട്ടോ നമ്മളെ ഇന്ത്യൻ പവലിയന്. എന്തായാലും നമ്മളെല്ലാ ട്രഡീഷണൽ കൾച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഇന്ത്യയുടെ പുരോഗമന രീതികളെ പറ്റിയിട്ടും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇവിടെ ഒരു റീറ്റെയിൽ പ്ലാസ കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മളെ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ്, നമ്മളെ ഹാൻഡ് വർക്ക് ചെയ്ത ബാഗുകൾ, ചെറിയ ചെറിയ രീതിയിലുള്ള ഡ്രസ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്ത്യൻ പവനിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ കാണാൻ പോകുന്നത് USA പവലിയനാണ്. ഇനി അതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. ഈ USA പവലിയൻ്റെ ഉള്ളിൽ നമ്മളെ പ്ലാനറ്റ്സിനെയും ഭൂമിനെയൊക്കെ പറ്റി കാണിക്കുന്ന ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്ന ഒരു നല്ലൊരു തിയേറ്റർ അവിടെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ സ്റ്റുഡൻസിനൊക്കെയാണ് നല്ല കൂടുതൽ യൂസ്ഫുള്ളാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു അടിപൊളി വിഷ്വൽ തന്നെ ആയിരുന്നു അത്. ഇതിനു പുറമെ മറ്റു പവലിയനുകളെ പോലെ തന്നെ അവരുടെ നൂതന സാങ്കേതിക വിദ്യകളെ പറ്റിയിട്ടും പുതിയ വിക്ഷേപണ രീതികളെ പറ്റിയിട്ടുമൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഫീൽ തന്നെയായിരുന്നു ഇതിൻ്റെ ഉള്ളിലും. ഇതൊക്കെയായിരുന്നു USA പവലിയനുള്ളിലെ വിശേഷങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ടുണീഷ്യ പവലിയനാണ്. അതിനകത്തൊന്ന് നോക്കാം. അപ്പോൾ ഈ ടുണീഷ്യ പവലിയനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കയറിയ പവലിയനെ അപേക്ഷിച്ച് ചെറുതാണ്. അത്രത്തൊക്കെ ഒന്നും കാണാനില്ല. എന്നാലും കൂടിയിട്ട് ഇവരുടെ ട്രഡീഷണൽ കൾച്ചർ ഇതൊക്കെ തന്നെ ഇവിടെയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു കാണാനൊക്കെ. പിന്നെ അതിനിടയിൽ കുറേ പവലിയനിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ക്ഷീണമായി. പിന്നെ രാവിലെ വന്നിരുന്നു ഞങ്ങൾ. ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ കുറച്ച് അത്യാവശ്യം ഫുഡൊക്കെ ബാഗിൽ കൊണ്ടുവന്നിരുന്നു. റെസ്റ്റ് എടുക്കാനുള്ള ഏരിയാസൊക്കെ കുറേ ഇടയ്ക്കിടയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലൊരു സ്ഥലത്ത് ഇരുന്ന് റെസ്റ്റ് ഏരിയയിലിരുന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളിവിടെ ഈ കാണുന്ന ചെറിയ ചെറിയ പവലിയനുകളിലൊക്കെ കുറച്ച് കയറി. അതിലിങ്ങനെ വല്ലാതെ അധികമൊന്നും കാണാനില്ലെങ്കിലും കൂടി ജസ്റ്റ് കയറി ഇറങ്ങി ഒന്ന് ഞങ്ങൾ പാസ്പോർട്ടിൽ സീൽ ചെയ്ത് ഇറങ്ങി.
പിന്നെ ഈ ഭാഗത്ത് ഒരു മിനി സ്റ്റേജ് ഉണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു വയലിൻ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അതും കവർ ചെയ്തു. അപ്പോഴേക്കും 6 മണിയൊക്കെ കഴിഞ്ഞിട്ടോ, നല്ല ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നൈറ്റ് വ്യൂസൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ നമുക്കിനി അതുകൂടി ഒന്ന് കണ്ടു നോക്കിയാലോ. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അവർക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നടന്ന് കറങ്ങി അവർക്ക് ബോറടിക്കുകയാണെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ ഏരിയ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഈ കിഡ്സ് പ്ലേ ഏരിയനോട് ചേർന്നിട്ട് തന്നെ ഒരു മില്ലേനിയം ആംഫി തിയേറ്റർ ഉണ്ട് കേട്ടോ. അതിൽ ലൈവ് പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. നമ്മൾ പോയ സമയത്ത് ഒരു ചെറിയ പ്രോഗ്രാം ഒക്കെ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയ അൽവാസൽ പ്ലാസ കാണാം. ഇതും ഒരു മെയിൻ സ്റ്റേജാണ് ഇവിടുത്തെ. മാത്രമല്ല ഇത് എക്സ്പോ 2020ൻ്റെ ഹൃദയഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ UAE പവലിയന്, KSA പവലിയനൊക്കെ ഇതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അതിവിടെ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മാക്സിമം കപ്പാസിറ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് കാണാൻ സാധിച്ചില്ല, അതിൽ കയറാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. കാരണം ഇതൊക്കെ മെയിനായിട്ട് കാണേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ പവലിയനുകളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത്യാവശ്യം കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് മിസ് ചെയ്യാതെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ എക്സ്പോ 2020ൻ്റെ അത്യാവശ്യ കാഴ്ചകളൊക്കെ കണ്ട് രാത്രിയായി തുടങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യാതെ കാണാൻ നോക്കണം കേട്ടോ. ഒരു അടിപൊളി സംഭവം തന്നെയാണ് ഇത് എക്സ്പോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എക്സ്പോ 2020ൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്കും ഷെയറും കമൻസൊക്കെ തന്ന് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.